ഈ കനത്ത മഴ മുൻകൂട്ടി പ്രവചിക്കുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾക്ക് വീഴ്ച പറ്റിയെന്ന് വ്യാപാര വ്യവസായ ഏകോപന സമിതി കുറ്റപ്പെടുത്തുകയാണ്. ഓണത്തിന് മുൻപ് നഷ്ടപരിഹാരം നൽകണം എന്നും സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു. 2018 മഹാപ്രളയത്തിന്റെ നഷ്ടപരിഹാരം ലഭിക്കാത്ത ധാരാളം വ്യാപാരികൾ സംസ്ഥാനത്തുണ്ട് എന്ന് രാജു അപ്സര മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന അധ്യക്ഷൻ രാജു അപ്സരയാണ് എന്നോടൊപ്പം ഉള്ളത്. ഈ ഓണക്കാലത്തുണ്ടായിരിക്കുന്ന ഈ പ്രകൃതി ദുരന്തങ്ങൾ എത്രത്തോളം നിങ്ങളെ ബാധിച്ചിട്ടുണ്ട്? വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സീസണാണ് ഓണം. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ കച്ചവടക്കാരും പരമാവധി സ്റ്റോക്ക് ചെയ്തിട്ടുള്ള സമയത്താണ് ഈ മിന്നൽ പ്രളയത്തിലൂടെ ഏതാനും ജില്ലകളിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഈ ഈരാറ്റുപേറ്റ പോലെയുള്ള പത്തനംതിട്ട റാന്നി പോലുള്ള സ്ഥലങ്ങളുണ്ടായ ദുരന്തം ഇന്ന് വരെ ഉണ്ടാകുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണ്. ആയിരക്കണക്കിന് കോടി രൂപയുടെ സാധനങ്ങളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത്, പിണറായി ഗവൺമെൻറ് കാലത്ത് ചൂരൽമലയുണ്ടായ ദുരന്തത്തിലുണ്ടായ മുഴുവൻ കച്ചവടക്കാർക്കും 7.5 ലക്ഷം രൂപ എല്ലാ കച്ചവടക്കാർക്കും നൽകിയിരുന്നു. അതേ മാതൃകയിൽ സംസ്ഥാന സർക്കാർ മുഴുവൻ കച്ചവടക്കാരെയും കണക്കെടുത്ത് അവരുടെ നഷ്ടം കണക്കാക്കി അവർക്ക് വേണ്ടുന്ന നഷ്ടപരിഹാരം നിർബന്ധമായി നടപ്പാക്കണം. നിർബന്ധമായും ഗവൺമെന്റ് ബഹുമാനപ്പെട്ട വിഷ്ണുനാഥ് അടക്കം പത്തനംതിട്ട റാന്നി സന്ദർശിച്ചത് സ്വാഗതാർഹമാണ്. എല്ലാ ഇടങ്ങളിലും താലൂക്ക് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് റവന്യൂ വകുപ്പ് അതിന്റെ കണക്കെടുത്തിട്ട് അവർക്ക് വേണ്ട നഷ്ടപരിഹാരം നൽകാൻ ഒരു മുൻകരുതലൊക്കെ നൽകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു മുൻകരുതലൊക്കെ എടുക്കാമായിരുന്നില്ലേ? കാലാവസ്ഥാ വകുപ്പ് അത്തരം കാര്യത്തിൽ വലിയ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം നമുക്കറിയാം, ആധുനിക കാലഘട്ടത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ മുൻകൂട്ടി അറിയിക്കാനുള്ള സംവിധാനങ്ങളുള്ള രാജ്യത്ത്, ലോകത്ത് അത്തരം കാര്യങ്ങളിലൊക്കെ എവിടെയോ പിശകുകൾ പറ്റുന്നു, പലപ്പോഴും പിശകുകൾ പറ്റുന്നു. അതുപോലെ നദികളിലെ മണ്ണ് നീക്കം ചെയ്യേണ്ട അത്യാവശ്യമാണ്. അതിനകത്തൊക്കെ വളരെ പ്രാവർത്തികമായി ജനോപകാരമായ രീതിയിൽ ഗവൺമെന്റ് ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. 2018 തൊട്ട് ഇങ്ങോട്ട് വലിയ രീതിയിലുള്ള പ്രളയങ്ങൾ പല തവണകളിലായിട്ടുണ്ടായിട്ടുണ്ട്. ഇതിലെല്ലാം പെട്ട വ്യാപാരികൾക്കും വ്യവസായികൾക്കും എല്ലാം പൂർണ്ണമായിട്ടുള്ള നഷ്ടപരിഹാരം ഇതുവരെ കിട്ടിയിട്ടുണ്ടോ? ഒരിക്കലും കിട്ടിയിട്ടില്ല. ആദ്യമായിട്ടാണ് കഴിഞ്ഞ വയനാട് ദുരന്തത്തിൽ സംസ്ഥാന സർക്കാർ 7 ലക്ഷം രൂപ എല്ലാ കച്ചവടക്കാരും കൊടുക്കുന്നത്. അത്തരം ഒരു മാതൃക പിന്തുടരണം. കാരണം അതൊരു മാതൃകയായി സ്വീകരിക്കണം. അത്തരത്തിൽ സ്വീകരിക്കണം. ഇതിനു മുമ്പൊന്നും അത്തരത്തിലൊരു ഒരു ഗവൺമെൻറ്റുകളുടെയും സഹായം ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ സമീപനം ഉണ്ടായാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും വ്യാപാരികൾക്കുണ്ടാകുന്നത്. അത് ഈ മേഖലയ്ക്കുണ്ടാകുന്നത്, സർക്കാരുകൾക്കുണ്ടാകുന്നത്. കാരണം ഇത്തരം കച്ചവടക്കാരില്ലാതായാൽ സർക്കാരിൻ്റെ വരുമാന സ്രോതസ്സ് നഷ്ടപ്പെടും.